ഹായ് ഗൈസ്, അപ്പൊ നമ്മളെ ലീഡിന്ന് എന്താ നാഷണൽ ആനുവൽ മീറ്റ് അല്ല ആനുവൽ മീറ്റിന് പോവാണ്. അതാണ് മീറ്റിന് പോവാണ്. ഹായ് ഗൈസ്, നമ്മളെ ലീഡിന്ന് മീറ്റ് പോവാണ്. കോവളത്തുള്ള ഏതൊരു റിസോർട്ടാണ്. റിസോർട്ട് ഏതാന്ന് പോലും അറിയില്ല, സർപ്രൈസ് ആണ്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ വെയിറ്റിംഗ് ആയിട്ടുള്ള വീഡിയോ. ഇത് അപർണ. ഹായ് അപർണ. ഒരു ദിവസം ഓക്കെ. ഹായ് സരീഷ. ഹായ് സോജു. ഓക്കെ, അത് അമൽ സർ. ഞാൻ ഫ്രം പാലക്കാട്. പിന്നെ അത് പുറകിലോട്ടിരിക്കുന്ന സൂര്യ ചേച്ചി. സൂര്യ ചേച്ചിയുടെ ഹാർഡ് വർക്ക് കാരണമാണ് ചേച്ചി ഹെൽമെറ്റ് ചെയ്ത് സൂര്യ ചേച്ചി എവിടെ? ചേച്ചി കേൾക്കത്തില്ല, പുറകിലാണല്ലോ. പിന്നെ അത് അമൽ സർ. സിഗ്നേച്ചർ ബാഡ്ജ് ആദ്യമായിട്ട് കിട്ടിയ ആളാണ്. പിന്നെ വട്ടം കിട്ടിയ ഒരേ ഒരു മെന്റർ അല്ല, രണ്ടു വട്ടം സിഗ്നേച്ചർ ബാഡ്ജ് ഷംസുൾ. സംഗീത. ഇത് ശ്രേയ വാര്യർ. ഹായ് വ്ളോഗാ. ആരും നോക്കണ്ട, കല്യാണം കഴിച്ച. അവരുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ടോ? അതെ, ഗേൾസ് ഇവിടൊക്കെ എന്തൊക്കെയോ ഒഴിഞ്ഞു നടക്കുന്നു. കയ്യടിയോടുകൂടി തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ശരിക്കും നമ്മുടെ ടീം ഓരോ വർഷം കൂടുതോറും ഈ കസേര ഇങ്ങനെ നീക്കി ഇടേണ്ട ഒരു വ്യാപ്തി കൂടുന്നത് കാണുന്നില്ല നമ്മൾ കരുതി. പക്ഷേ അയാൾ അത് നടത്തി. മൂസൻ സാറിന്റെ കയ്യിൽ നിന്നും ആ ഗോൾഡ് കോയിൻ ഇന്ന് ആ വ്യക്തി ഇതിൽ നമ്മൾ മൂസൻ സാറിന്റെ ആ ഒരു ഇതും കൂടി പറയണം. കാര്യം സാർ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു ആരും ലീവ് എടുക്കാതൊന്നും ഇരിക്കില്ലെന്ന് സാർ ഒരിക്കലും വിചാരിച്ചില്ല. ഒരാൾ ലീവ് എടുക്കാതിരിക്കുന്ന സാറിന് ഉറപ്പുണ്ടായിരുന്നു. സാർ ആ വാക്ക് പാലിച്ചു അല്ലേ? അപ്പൊ ആ ഒരു ഗോൾഡ് കോയിൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അനുരൂപ് സാറിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇത് നമുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനം. നിങ്ങൾക്ക് എല്ലാവർക്കും, എനിക്കത് പറ്റും തോന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു പ്രചോദനമായി മാറട്ടെ. സത്യം പറഞ്ഞാല് ഇവിടെ കുറച്ചു പേർക്കൊക്കെ അറിയായിരിക്കും. നമ്മള് ഭൂരിഭാഗം മെന്റേഴ്സും ചിലപ്പം ഒറ്റ ഇന്റർവ്യൂ തന്നെ എടുത്ത ആളായിരിക്കും. ഫസ്റ്റ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ആയിരിക്കും. ചില ആൾക്കാർ മാത്രം രണ്ടാം തവണയും ആയിരിക്കും. 2 തവണ റിജക്ട് ആയിട്ട് 3ാമത് മെന്ററായിട്ട് സെലക്ട് ആയ ഒരാളാണ് ഞാൻ. അന്ന് എന്നെ ഇങ്ങോട്ട് കൈപിടിച്ച് കിട്ടിയ അശ്വിൻ സാറാണ്. സാറാണ് മൂപ്പിൻ സാറാണ് എടുത്ത്. അപ്പൊ അന്ന് തീരുമാനിച്ചതാണ്. അപ്പം മാമിന് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, അന്ന് ഞാൻ ലീഡിൽ കയറുന്ന സമയത്ത് ഇത്രയും പുരുഷ മെന്റേഴ്സ് ഇല്ല. വളരെ കുറച്ച് പുരുഷന്മാർ മാത്രമേ മെന്റേഴ്സ് ആയിരുന്നു, കൂടുതൽ സ്ത്രീകളായിരുന്നു. ഞാൻ മാമിനോട് പറഞ്ഞു. അപ്പം പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യപ്പെടും.
ചിലപ്പോൾ പേര് പെട്ടെന്ന് കിട്ടുമെന്ന് പറഞ്ഞു. മാമും പറഞ്ഞു എന്നോട് ഒന്ന് ശ്രമിച്ച് നോക്ക്, താഹിർ ഒരു മെന്റർ മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞു. മാം ഓർക്കുന്നുണ്ടോ അറിയില്ല അങ്ങനെ എന്നെ വിളിച്ചത്. അപ്പൊ അന്ന് തീരുമാനിച്ചതാണ് ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് അച്ചീവ് ചെയ്യണമെന്ന്. ഇതിപ്പം ഒരുപാട് സന്തോഷം. എല്ലാവർക്കും ഗോൾഡ് മെഡൽ കിട്ടട്ടെ. ഇപ്പൊ ആ പോളിസി സ്ക്രാപ്പിംഗ് കേട്ടു. എന്നാലും എല്ലാവർക്കും താങ്ക്സ്. വീഡിയോയിൽ എടുക്കാത്ത ഒരുപാട് ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റീസ് ആൻഡ് സോ മെനി ഫൺ മൊമെൻറ്റ്സ് ആർ ദെയർ ബിക്കോസ് ഞാൻ ലിവ് ഇൻ ദ മൊമെൻറ്റ് പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരുപാട് ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം എനിക്കാണെങ്കിൽ ആ മൊമെൻറ്റ്സിൻ്റെ ബ്യൂട്ടി ക്യാപ്ചർ ചെയ്യുകയും വേണം, പക്ഷേ അറ്റ് ദ സെയിം ടൈം എനിക്കാണെങ്കിൽ ആ മൊമെൻറ്റ്സ് എൻജോയ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഡെയിലി വ്ളോഗൊക്കെ 1 മിനിറ്റ് ആക്കി എടുക്കുന്നത്. കാരണം നമുക്ക് വർഷങ്ങൾക്കപ്പുറം നോക്കുമ്പോഴത്തേക്കും എന്തോന്ന് അതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നുകയും ചെയ്യും. ആ മൊമെൻറ്റ്സ് നമുക്കൊന്ന് റീഇമാജിൻ ചെയ്യുകയും ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം നമുക്ക് ആ മൊമെൻറ്റ്സ് ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ദ ബേസിക് എസെൻസ് ഓഫ് മൈ ബ്യൂട്ടി ഓഫ് ലൈഫ്. സോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പൂളിലൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. നമ്മൾ പൂളിൽ ഇറങ്ങാമെന്ന് വെച്ച് ക്ലോത്ത്സ് ഒക്കെ എടുത്തിട്ടാണ് വന്നത്, പക്ഷേ പൂളിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു, പിന്നെ ഊഞ്ഞാലൊക്കെ ആടി, കറങ്ങുന്ന സാധനത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു. അതൊന്നും എടുക്കാൻ പറ്റത്തില്ല ബിക്കോസ് ഫോൺ തെറിച്ച് പോകുമല്ലോ. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ കിട്ടിയ ടാസ്ക് ഡാൻസ് ആയിരുന്നു. അപ്പം ഞാനായിരുന്നു മണവാട്ടി. അതൊന്നും എനിക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പോലും താല്പര്യമില്ല, ലൈക്ക് ആ വീഡിയോ ഡിസ്ക്ലോസ് ചെയ്യാൻ താല്പര്യമില്ല. പിന്നെ ഫാഷൻ ഷോ ഉണ്ടായിരുന്നു, പാട്ടുണ്ടായിരുന്നു, പിന്നെ നാടകമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് കിട്ടിയത് ഫാഷൻ ഷോയ്ക്ക് തന്നെയായിരുന്നു കേട്ടോ, ബിക്കോസ് അവർ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒന്നിനൊന്ന് മികച്ച നല്ല കോർഡിനേഷൻ ഉണ്ടായിരുന്നു. അവർ നല്ല ടൈം എടുത്തുമായിരുന്നു പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ബിക്കോസ് നമ്മളൊരു ടീ ടൈം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടായിരുന്നു ഈ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഗിഫ്റ്റ് മീൻസ് പ്രൈസസ് ഒക്കെ. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മിക്സ് ആൻഡ് മാച്ച് ഉണ്ടായിരുന്നു. ലൈക്ക് ഒരു അക്കാഡമിക് ലൈഫിൽ നിന്നും പുറത്തോട്ട് വരുമ്പോഴത്തേക്കും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു എക്സിബിഷൻ ആയിരുന്നു ഈ ഒരു മെൻറ്റേഴ്സ് മീറ്റ് എന്ന് പറയുന്നത്. സോ മെനി ക്രിയേറ്റിവിറ്റി അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ മറ്റേ ടീ ബ്രേക്കിന് വന്നായിരുന്നു. പഴംപൊരിയും ചായയും കോഫിയായിരുന്നു. ചായ കോഫി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, പഴംപൊരി മാത്രം കഴിച്ചു. ഇനി എനിക്ക് പരിചയപ്പെട്ടു പോലും ഇല്ലാത്ത ആളുകളുടെ ഒപ്പമാണ് ഞാൻ ഊഞ്ഞാൽ ഷെയർ ചെയ്യുന്നത്. ഞാൻ അങ്ങനെയാണ്, കാരണം എനിക്കൊരു കാര്യം വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് സ്ട്രേഞ്ചേഴ്സ് ആണെന്നോ അങ്ങനെയൊന്നും ഇല്ല. സോ ഞാൻ ബേസിക്കലി ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ പോലും ഞാൻ എക്സ്ട്രോവേർട്ട് കാറ്റഗറി അഭിനയിക്കാറുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ ബൈ ഗായ്സ്.